വെള്ളപ്രതലത്തിൽ 5 വളയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് 1912 കൊബട്ടിൻ ഒരു ചിത്രം ലോകത്തിന് സമ്മാനിച്ചു. 5 ഭൂഖണ്ഡങ്ങളെ 5 വളയങ്ങൾ ഒളിപ്പിച്ച് കൊബട്ടിൻ സമ്മാനിച്ച ആ ചിത്രത്തിലൂടെ പിന്നീട് പിറന്നത് ചരിത്ര നിമിഷങ്ങളായിരുന്നു. അറിവിന്റെ വഴിത്തിരിവിൽ ഇന്ന് കൊബട്ടിൻ സമ്മാനിച്ച 5 വളയങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. PSC പഠിപ്പുരയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളോടൊപ്പം ശ്രീധർ. നമ്മൾ ഇന്ന് കിടക്കുന്നത് PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലേക്കാണ്. ഏതാണ്? ഒളിമ്പിക്സ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കണം, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാലേ? ഓക്കെ, ഒളിമ്പിക്സ് ആണ്, ആ വേഗത ഉണ്ടാവണം. പിന്നെ ഒരു കാര്യമുണ്ട്, ക്ലാസ് വൈഡായിട്ട് പറയാനല്ല, പോയിന്റ് വൈസ് ആയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ മതി, പറഞ്ഞു കിട്ടിയാൽ മതി. കാരണം ഓരോ പോയിന്റുകൾ നമുക്ക് പഠിച്ചെടുക്കുന്നത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, റെഡി? നമുക്ക് കിടക്കാം. ഒളിമ്പിക്സ് 2024 2024. ഓക്കെ, ഒളിമ്പിക്സ് ചിഹ്നം, ഒളിമ്പിക്സിന്റെ സിമ്പൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 5 വളയങ്ങളിൽ 5 ഭൂഖണ്ഡങ്ങളെ കോർത്തിണക്കി എന്ന് പറഞ്ഞു അല്ലേ? ഒളിമ്പിക്സ് ചിഹ്നം രൂപകൽപ്പന ചെയ്ത് ആരാണ്? പിയറി ഡി കൊബട്ടിനാണ് ഒളിമ്പിക്സിനെ രൂപകൽപ്പന ചെയ്ത് 1912. 1912 പിയറി ഡി കൊബട്ടിൻ ഒളിമ്പിക്സിനെ രൂപകൽപ്പന ചെയ്യുന്നു. വെള്ളപ്രതലത്തിൽ നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ഇതിന് ലോഗോ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നീ നിറമുള്ള 5 ഇന്റർലോക്കിംഗ് റിങ്ങുകളാണ്. ആ റിങ്ങുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പരസ്പരം പടഞ്ഞു കിടക്കുന്ന ഇന്റർലോക്കിംഗ് റിങ്ങുകളാണ് ഇത്. ഈ 5 റിങ്ങുകൾ. ഈ 5 റിങ്ങുകൾ എന്താണ്? 5 നിറങ്ങൾ, 5 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ആ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നീല യൂറോപ്പാണ്, മഞ്ഞ ഏഷ്യയാണ്, കറുപ്പ് ആഫ്രിക്കയാണ്, പച്ച ഓസ്ട്രേലിയയാണ്, ചുവപ്പ് ഏതാണ്? അമേരിക്കയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നീല യൂറോപ്പാണ്, മഞ്ഞ ഏഷ്യയാണ്, കറുപ്പ് ആഫ്രിക്കയാണ്, ചുവപ്പ് അമേരിക്കയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? പിയറി ഡി കൊബട്ടിനാണ്. ഒളിമ്പിക്സ് ആദ്യമേ ആരംഭിച്ചത് ഏതൻസിനാണ്. നമുക്ക് ഏതൻസ് ഒളിമ്പിക്സ് എന്ന് തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒളിമ്പിക്സ് ആദ്യമേ ആരംഭിച്ചത് എവിടെയാണ്? ഏതൻസിനാണ്. എവിടെയാണ്? ഗ്രീസിലാണ്. ഗ്രീസിൽ ഏതൻസിലാണ് ഒളിമ്പിക്സ് ആദ്യമേ ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് സശ്രദ്ധം നമുക്കൊന്ന് വീക്ഷിക്കാം. നോക്കിക്കോളൂ. ഒളിമ്പിക്സ് കണ്ടോ, 5 വളയങ്ങൾ അപ്പുറം കിടക്കുന്നുണ്ടല്ലേ? നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് 5 വളയങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഒളിമ്പിക്സ് സിമ്പൽ രൂപകൽപ്പന ചെയ്താരൻ? കൊബട്ടിനാണ്. ഓക്കെ, പിയറി ഡി കൊബട്ടിൻ എന്നറിയപ്പെടുന്ന കൊബട്ടിനാണ് ഒളിമ്പിക്സിനെ രൂപകൽപ്പന ചെയ്തത്. 1912 ഒളിമ്പിക്സിനെ രൂപകൽപ്പന ചെയ്തത് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് വെള്ളപ്രതലത്തിൽ 5 വളയങ്ങൾ. ഈ 5 വളയങ്ങൾ നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നീ 5 വളയങ്ങൾ അല്ലെ? നീല യൂറോപ്പാണ്, മഞ്ഞ ഏഷ്യയാണ്, കറുപ്പ് ആഫ്രിക്കയാണ്, പച്ച ഓസ്ട്രേലിയയാണ്, ചുവപ്പ് അമേരിക്കയാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം, ചുവപ്പിൽ വിപ്ലവം തീർത്തുകൊണ്ട് അമേരിക്കയാണ് 2024 ഒളിമ്പിക്സ് ജേതാവ് അല്ലെ? അപ്പൊ നമ്മൾ തിരിച്ചു വരുന്നു. ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് പിയറി ഡി കൊബട്ടിനാണ്. ഓക്കെ, പറയുന്നു ഒളിമ്പിക്സ് ആദ്യം ആരംഭിച്ച അവിടെയാണ്? ഏതൻസിലാണ്. ഗ്രീസിൽ ഏതൻസിലാണ് ഒളിമ്പിക്സ് ആദ്യം ആരംഭിച്ചത്. ഇത്രയും ഭാഗങ്ങൾ കൂട്ടുകാർ റെഡിയാണോ? ഒരിക്കൽ കൂടെ ഒന്ന് പറയണം, ഒന്നുകൂടെ പറയാം. ഒളിമ്പിക്സ് സിമ്പൽ രൂപകൽപ്പന ചെയ്ത ആരാണ്? കൊബട്ടിനാണ്. നമ്മൾ പറഞ്ഞു പിയറി ഡി കൊബട്ടിനാണ് ഒളിമ്പിക്സിനെ രൂപകൽപ്പന ചെയ്ത്. വെള്ളപ്രതലത്തിൽ നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളാണ് ഒളിമ്പിക്സ് വളയങ്ങളിലുള്ളത്. അതിൽ നീല യൂറോപ്പിനെയും, മഞ്ഞ ഏഷ്യയെയും, കറുപ്പ് ആഫ്രിക്കയെയും, പച്ച ഓസ്ട്രേലിയയും, ചുവപ്പ് അമേരിക്കയും സൂചിപ്പിക്കുമ്പോൾ ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പിയറി ഡി കൊബട്ടിനാണ് ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പറയുന്നു ഒളിമ്പിക്സ് ആരംഭിച്ച എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ്. ഇനി നമുക്ക് കിടക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗത്തേക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക്. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ, മിനിമം 2 മാർക്ക് ഈ ഭാഗം നിന്നുണ്ടാവും. കാരണം 2024 ചോദിച്ചിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും, ഒരു പരിധി വരെയുള്ള എക്സാമുകൾക്കെല്ലാം എന്താണ് മാർക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നല്ല അടുക്കും ചിട്ടയോടും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ തരാം. പക്ഷേ ഒരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾ വീണ്ടും പിശുക്കന്മാരാവുന്നു. ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കണമെന്ന് പലപ്പോഴും മാഷ് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ എടുത്തു തരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചെറിയ ചെറിയ കമൻറ്റുകളാണ്. നിങ്ങൾ ചെറിയ ചെറിയ കമൻറ്റുകൾ ചെയ്യുന്ന സമയത്താണ് നമുക്കതൊരു പ്രചോദനമാണ്. മുന്നോട്ട് ഓടാനും പുതിയ പുതിയ ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു പ്രചോദനമാണ്. പിന്നെ കമൻറ്റുകൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ലൈക്കെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്. ഇത്രയും ആളുകൾ മാഷ് കൂടെ ഉണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്രയും ഞാൻ പറയൂ. ഓക്കെ, നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയില്ല. പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു.
ഓക്കെ, നമുക്ക് കടക്കാം 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക്. ഓക്കെ, അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സ് വേദി എവിടെയായിരുന്നു? പാരീസ് ആണ്. ഓക്കെ, 33ാം എഡിഷൻ ആണ്. ചോദിക്കുക എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഏതാണ്? 33ാം എഡിഷൻ ആണ് എന്ന് നമുക്ക് പറയണം അല്ലെ. 33ാം എഡിഷൻ ആണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഒളിമ്പിക്സിൽ പാരീസ് 3 തവണയാണ് എന്ത് ചെയ്ത് വേദിയായത്. പാരീസ് 3 തവണ വേദി. അപ്പം 3 തവണ വേദിയായ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു നഗരമാണ് ഇത് പാരീസ്. 1900 ഒരു തവണ വേദിയാവുന്നു, 1924 രണ്ടാമത് വേദിയാവുന്നു, 2024 മൂന്നാമത് വേദിയാവുന്നു. അപ്പോൾ പാരീസ് എത്ര തവണ വേദിയായിട്ടുണ്ട്? 3 തവണ വേദിയായിട്ടുണ്ട്. ഏതാണ്? 1900, 1924, 2024. അപ്പോൾ പക്ഷെ ഇവിടെ വേറെ കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ആദ്യം ഒളിമ്പിക്സിന് 3 തവണ വേദിയായത് പാരീസ് അല്ല, ഏതാണ്? ഇംഗ്ലണ്ടാണ് ആദ്യമായി 3 തവണ വേദിയായത് എന്ന് പറയുന്ന സമയത്ത് ആ വർഷങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആ വർഷങ്ങൾ ഏതൊക്കെയാണ് 3 തവണ ഇംഗ്ലണ്ട് വേദിയായത്? 1908 1948 2012. അപ്പോൾ 3 തവണ ആതിഥേയത്വം വഹിച്ച നഗരം, ആദ്യത്തെ നഗരം ഏതാണ്? ലണ്ടൻ ഓർ ഇംഗ്ലണ്ട് എന്ന് നമുക്ക് പറയാം. ഏതാണ്? ലണ്ടൻ നഗരമാണ്. ഈ ലണ്ടൻ നഗരമാണെങ്കിൽ ലണ്ടൻ നഗരം 3 തവണയാണ് എന്ത് ചെയ്ത് വേദിയായത്? 1908 1948 2012. അപ്പോൾ 3 തവണ വേദിയായ ആദ്യത്തെ നഗരം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ലണ്ടൻ ആണ്. ഓക്കെ, ഇപ്പൊ 3 തവണ വേദിയായ രണ്ടാമത്തെ നഗരം ഏതാണെന്ന് വെച്ചാൽ പാരീസ് ആണ്. എന്നാൽ 3 തവണ വേദി ആവുന്ന, ശ്രദ്ധിക്കണേ, 3 തവണ വേദി ആവുന്ന, വരാൻ പോന്നേ ഉള്ളൂ, വേദി ആവുന്ന മൂന്നാമത്തെ നഗരമുണ്ട്. ഏതാണ്? ലോസ് ഏഞ്ചൽസ്. 2028 ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഒളിമ്പിക്സ് നടക്കുന്നത്. 2008 ലോസ് ഏഞ്ചൽസിൽ വെച്ച് ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് മൂന്നാമത് വേദിയാവുന്ന നഗരമായിട്ട് ഏത് മാറും? ലോസ് ഏഞ്ചൽസ് മാറും. 1932, 1984, 2028. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സൂക്ഷിച്ച് സശ്രദ്ധമായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതും 2024 പാരീസ് ഒളിമ്പിക്സ്. 2024 പാരീസ് ഒളിമ്പിക്സ് വേദി എവിടെയാണ്? പാരീസ് ആണ്. നമ്മൾ പറയുന്നു 33ാം എഡിഷൻ ആണ്. അപ്പൊ ഇത് എത്രാമത്തെ എഡിഷൻ ആണ് 2024 ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഏതാണ്? 33ാമത്തെ എഡിഷൻ ആണ് 2024 പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയണം. ഒളിമ്പിക്സിൽ പാരീസ് 3 തവണയാണ് വേദിയായത്. 3 തവണ വേദിയായി എന്ന് പറയുന്ന സമയത്ത് 1900, 1924, 2024 ഈ വർഷങ്ങളിലാണ് ഒളിമ്പിക്സിൽ പാരീസ് വേദിയാവുന്നത്. എന്നാൽ പക്ഷെ നേരത്തെ പറഞ്ഞ ആ സാധനം കൂടി ഡിസ്പ്ലേ തരാം നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 തവണ വേദിയായ ആദ്യ നഗരം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ലണ്ടൻ ആണ്. മറന്നു പോരുത് കേട്ടോ. ഏതാണ്? ആദ്യ നഗരം ലണ്ടൻ ആണ്. ആതിഥേയത്വം 3 വട്ടം ആതിഥേയത്വം വഹിച്ച ഒന്നാമത്തെ നഗരം ലണ്ടൻ ആണ്. 1908, 1948, 2012. ഓക്കെ, മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ പറയുന്നു 2028 വേദി ഏതാണ്? ലോസ് ആഞ്ചൽസ് ആണ് 2028 വേദി. അപ്പോൾ ലോസ് ആഞ്ചൽസിന് ഒരു പ്രത്യേകതയോടെ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? 3 തവണ വേദിയാവുന്ന മൂന്നാമത്തെ നഗരമായിട്ട് ഏത് മാറുകയാണ്? ലോസ് ആഞ്ചൽസ് മാറുകയാണ്. 1932 വേദിയായിട്ടുണ്ട്, 1984 വേദിയായിട്ടുണ്ട്. ഇനി വേദിയാവാൻ പോകുന്നപ്പോഴാണ് 2028. അപ്പോൾ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. പാരീസ് ഒളിമ്പിക്സ്. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങാവട്ടെ നമ്മുടെ അടുത്ത ഭാഗം. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. സെൻ നദിക്കരയുടെ തീരത്ത് വെച്ചുകൊണ്ടായിരുന്നു ഏത്? പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്? സെൻ നദിക്കരയുടെ തീരത്ത് വെച്ചാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത്. ആ സെൻ നദിക്കരയുടെ തീരത്തേക്ക് നമുക്കൊന്ന് ഒഴുകി 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 സഞ്ചരിക്കാം. സെൻ നദിക്കരയുടെ ഓളങ്ങൾ ഏറ്റുപാടി ഓളങ്ങൾ സാക്ഷ്യം വഹിച്ച 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ, നമുക്ക് കിടക്കാം പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക്. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നു. മാഷ് പറഞ്ഞു സെൻ നദിക്കരയുടെ തീരത്ത് വെച്ചാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടന്നത്. 2024 ജൂലൈ 24 ഉദ്ഘാടനം ചെയ്യുന്നു. 2024 ഓഗസ്റ്റ് 11 വരെ ഒളിമ്പിക്സ് നടക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2024 ജൂലൈ മാസം 24-ാം തീയതിയാണ് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് 2024 ജൂലൈ മാസം 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നീട് അത് നീണ്ടുപോകുന്നു. 2024 ഓഗസ്റ്റ് 11-ാം തീയതി വരെ ഇതിന്റെ സമാപന ചടങ്ങിലേക്ക് നമ്മൾ എത്തുന്നു. ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്ത് മറ്റാരുമല്ല, ആരാണ്? ഇവാനുവൽ മക്രോൺ ആണ്. ആരാണ്? ഇവാനുവൽ മക്രോൺ ആണ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ആര്? ഇവാനുവൽ മക്രോൺ. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒളിമ്പിക്സിന് ഒരു ഭാഗ്യചിഹ്നം ഉണ്ടാവും. ദി ഫ്രിജിസ് കാണുന്നില്ലേ നിങ്ങൾ? ദി ഫ്രിജിസ് എന്നതായിരുന്നു ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. ഒളിമ്പിക്സിന് ഏറ്റവും പ്രധാനമായി നമ്മൾ 5 വളയങ്ങളിലാണ് ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒളിമ്പിക്സിന് ഒരു ദീപശിഖയുണ്ട് അല്ലെ. ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏന്തിയത് മേരി ജോൺ പെരക്കും ടെഡി റൈനറുമാണ്. മേരി ജോൺ
പെരക്കും ടെഡി റൈനറുമാണ് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏന്തിയത്. എന്നാൽ ഈ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ പങ്കെടുത്തത് സൊമാലിയ, ബെലിസ്, നൗറു എന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ പങ്കെടുത്തത്. മുന്നിൽ നിന്ന രാജ്യം, ഈ ഒളിമ്പിക്സിന്റെ ദീപശിഖ യാത്രയിൽ മുന്നിൽ നിന്ന രാജ്യം ഗ്രീസാണ്. ദീപശിഖ യാത്രയിൽ ഏറ്റവും പിന്നിൽ നിന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ദീപശിഖ യാത്രയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത് ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമാനുവൽ മക്രോൺ എന്നറിയപ്പെടുന്ന പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത്. സെൻ നദിക്കരയുടെ തീരത്ത് വെച്ചായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. 1924 ജൂലൈ മാസം 26-ാം തീയതി ആരംഭിക്കുന്നു, അവസാനിക്കുന്നത് 1924 ആഗസ്റ്റ് 11-ാം തീയതി. ഓക്കെ, നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങ് ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, സാക്ഷ്യം വഹിക്കാം. ഉദ്ഘാടനം കണ്ടോ, സെൻ നദിക്കരയുടെ തീരത്ത് വെച്ചായിരുന്നു ഉദ്ഘാടനം. നമ്മൾ പറയുന്നു 2024 ജൂലൈ 26-ന് ആരംഭിക്കുന്നു, 2024 ആഗസ്റ്റ് 11 വരെ. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഇമാനുവൽ മക്രോൺ എന്നറിയപ്പെടുന്ന ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്, പഠിച്ചു വെക്കണം അല്ലെ. പിന്നെ പറയുന്നു ഭാഗ്യചിഹ്നം, ഇത് ഫ്രിജിസ് എന്ന ഭാഗ്യചിഹ്നമാണ് അവിടെ കിടക്കുന്നത്. ഇത് ഫ്രിജിസ് എന്ന ഭാഗ്യചിഹ്നമാണ് ഉദ്ഘാടനത്തിനുണ്ടായിരുന്നത്. ആപ്തവാക്യം എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതാണ് ഇത് ആപ്തവാക്യം. 2024 പാരീസ് ഒളിമ്പിക്സിന് ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു അതിനുത്തരം. പറയുന്നു ദീപശിഖ ഏന്തിയത് മേരി ജോൺ പെരക്കും ടെഡി റൈനറുമാണ് ദീപശിഖ ഏന്തിയത്. എന്നാൽ ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ പങ്കെടുത്തത്, ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ പങ്കെടുത്തത് സൊമാലിയ, ബെലിസ്, നൗറു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ പങ്കെടുത്തത് എന്ന് നമുക്ക് കിടക്കാം. ഈ ദീപശിഖ യാത്രയിൽ മുന്നിൽ നിന്ന രാജ്യം ഏതാണ്? ഗ്രീസാണ്. പിന്നിൽ നിന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഏത്? ഫ്രാൻസ് ആണ് പിന്നിൽ നിന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആയതുകൊണ്ട് ഒരിക്കൽ കൂടെ മാഷ് പറയും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇതേ പിടിച്ചോ. സെൻ നദിക്കരയുടെ തീരത്ത് വെച്ചായിരുന്നു ഉദ്ഘാടനം. 2024 ജൂലൈ 26 മുതൽ 2024 ആഗസ്റ്റ് 11 വരെ. ഉദ്ഘാടനം ചെയ്ത് ഇമാനുവൽ മക്രോൺ ആണ് ഉദ്ഘാടനം ചെയ്ത്. ഭാഗ്യചിഹ്നം ദി ഫ്രിജിസ് ആയിരുന്നു ഭാഗ്യചിഹ്നം. ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു ഇതിന് ആപ്തവാക്യം. ദീപശിഖ ഏന്തിയത് മേരി ജോൺ പെരക്കും ടെഡി റൈനറുമാണ് ദീപശിഖ ഏന്തിയത്. പറയുന്ന ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ പങ്കെടുത്തത് സൊമാലിയ, ബെലിസ്, നൗറു എന്നീ രാജ്യങ്ങളിലായിരുന്നു. പറയുന്നു മുന്നിൽ നിന്ന രാജ്യം ഗ്രീസാണ്. ദീപശിഖ യാത്രയിൽ ഏറ്റവും പിറകിൽ നിന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. കാരണം മറ്റൊന്നുമല്ല, ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളവരാവട്ടെ അടുത്ത ഭാഗത്തേക്ക്. ഇന്ത്യൻ പതാക ഏന്തിയത് അജാന്ത ശരത് കമൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പതാക ഏന്തിയത്. അജാന്ത ശരത് കമലിനോടൊപ്പം ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു, PV സിന്ധു. അജാന്ത ശരത് കമലിനെ നമുക്കറിയാം ആരാണ്? ടേബിൾ ടെന്നീസ് താരമാണ് അജാന്ത ശരത് കമൽ. 2022 ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയും ആര് തന്നെയാണ്? അജാന്ത ശരത് കമൽ തന്നെയാണ്. പിന്നെ PV സിന്ധുവിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. നമുക്ക് PV സിന്ധുവിനെ നമുക്കറിയാം, ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു. 2016, 2020 ഒളിമ്പിക്സിൽ മെഡൽ നേടിയ വ്യക്തിയാണ് PV സിന്ധു. അതുപോലെ തന്നെ 2016 ഖേൽരത്ന പുരസ്കാര ജേതാവായിരുന്ന വ്യക്തിയാണ് ആര്? PV സിന്ധു. ഈ അജന്ത ശരത് കമലും PV സിന്ധുവുമാണ് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ദേശീയ പതാക ഏന്തിയവർ. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, അഭിമാനമാണ് അല്ലെ, ഒരു ഒളിമ്പിക്സിന്റെ വേദിയിൽ ദേശീയ പതാകയ്ക്ക് ഏന്തി പദയാത്ര നടക്കുക, അതിനെ ഒരു മാർച്ച് പാസിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അഭിമാന നിമിഷമാണ്. അഭിമാന നിമിഷത്തിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആളുകളെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അജന്ത ശരത് കമലും PV സിന്ധുമാണ് പതാക ഏന്തിയത്. അജന്ത ശരത് കമൽ നമുക്കറിയാം, കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ ഇടുകയാണ്, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമായതുകൊണ്ടാണ്. കാരണം അജന്ത ശരത് കമൽ ഏത് മേഖലയിലാണ് ശ്രദ്ധേയനായതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാർ ഒരൊറ്റ നോട്ടത്തിൽ ഉത്തരം കൊടുക്കണം, എന്ത്? ടേബിൾ ടെന്നീസ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം 2022 ഖേൽരത്ന പുരസ്കാര ജേതാവാണ് അജന്ത ശരത് കമൽ. പിന്നെ PV സിന്ധുവിനെ നമുക്കറിയാം ഏതാണ്? ബാഡ്മിന്റൺ താരമാണ് ആര്? PV സിന്ധു. 2016, 2020 ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് PV സിന്ധു എന്ന് പറയുന്ന സമയത്ത് 2016 ഖേൽരത്ന പുരസ്കാര ജേതാവാണ് ആര്? PV സിന്ധു. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ ഇന്ത്യൻ പതാക ഏന്തിയ ആളുകളെ നമുക്ക് നിർബന്ധമാണ്. അപ്പൊ അജന്ത ശരത് കമലും PV സിന്ധുമാണ്. ഓക്കെ, ഉടനെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നമുക്ക്
ഉദ്ഘാടന ചടങ്ങ് പറഞ്ഞ് നമുക്ക് ഇനി സമാപന ചടങ്ങിലേക്ക് കടക്കാം. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു. PR ശ്രീജേഷ് നമുക്കറിയാം ഇന്ത്യൻ ഹോക്കി താരമാണ്. ആര്? PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ സുന്ദരമായ വലകാത്ത ഗോളിയാണ് ആര്? PR ശ്രീജേഷ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, വെങ്കലത്തിൽ ഒതുങ്ങേണ്ടി വന്നു ഇന്ത്യയുടെ ആ ജൈത്രയാത്ര. PR ശ്രീജേഷ് വെങ്കല മെഡൽ നേടിക്കൊണ്ട് ഇന്ത്യൻ ഹോക്കിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന മറ്റൊരു സുന്ദരമായ നിമിഷം കൂടിയുണ്ട്. PR ശ്രീജേഷ് അണിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് 16 നമ്പർ ജേഴ്സി ഇനി മറ്റൊരു താരത്തിന് നൽകില്ല എന്നാണ് ഇന്ത്യൻ സ്പോർട്സ് കൗൺസിൽ അറിയിച്ചിരിക്കുന്നത്. ഇനി ഹോക്കിയിൽ എത്ര പേർ കടന്നു വന്നാലും PR ശ്രീജേഷിന്റെ 16 നമ്പർ ജേഴ്സി ഇനി മറ്റാരും അണിയില്ല എന്നതാണ് ഏറ്റവും വലിയ PR ശ്രീജേഷ് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം. ഓക്കെ, PR ശ്രീജേഷിനോടൊപ്പം ജേഴ്സി അണിഞ്ഞ അല്ലെങ്കിൽ ഇന്ത്യൻ പതാക ഏന്തിയ മറ്റൊരു വ്യക്തിയാണ് ആര്? മനു ഭാക്കർ എന്നറിയപ്പെടുന്ന ഷൂട്ടിംഗ് താരം. ഓക്കെ, നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ നോക്കിക്കോളും. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? PR ശ്രീജേഷ് ഹോക്കി താരമാണ്. PR ശ്രീജേഷിനോടൊപ്പം ആരാണ്? മനു ഭാക്കർ എന്ന ഷൂട്ടിംഗ് താരമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കിടക്കാം. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ഗഗൻ നരംഗ് ആയിരുന്നു. ഗഗൻ നരംഗ് ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത്. ഷെഫ്റ്റി ഫ്രാൻസ് എന്നാണ് ആ ക്യാപ്റ്റൻ അറിയപ്പെടുക. ഓക്കെ, ഇതിന് ഓവറോൾ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം. ഒളിമ്പിക്സിന് മുന്നോടിയായി ജ്വാല തെളിയിച്ചത് ആരാണ്? മേരി മിന എന്നറിയപ്പെടുന്ന ഗ്രീക്ക് നടിയാണ്. ഒളിമ്പിക്സിന് മുന്നോടിയായി ജ്വാല തെളിയിച്ചത് മേരി മിന എന്നറിയപ്പെടുന്ന ഗ്രീക്ക് സിനിമാ നടിയാണ് ജ്വാല തെളിയിച്ചതെങ്കിൽ 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 206 രാജ്യങ്ങൾ പങ്കെടുത്ത ഈ ഗെയിംസിൽ നിന്ന്, ഒളിമ്പിക്സിൽ നിന്ന് 2 രാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്തു. ഒന്ന് ബെലാറസും റഷ്യയുമാണ്. ബെലാറസും റഷ്യയും എന്ന 2 രാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 206 രാജ്യങ്ങളിൽ നിന്ന് 2 രാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പങ്കെടുത്തത് 204 രാജ്യങ്ങൾ. ഇന്ത്യ 16 ഇനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 117 പേരാണ് ഇന്ത്യയിൽ നിന്നും ഫ്രാൻസിലേക്ക് പറന്നത്. 117 പേർ ഇന്ത്യയിൽ നിന്നും ഫ്രാൻസിലേക്ക് പറന്നു. 16 ഇനത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും ആ യാത്രയിൽ 7 പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും 7 പേർ ആ യാത്രയിലുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ നിന്നായിരുന്നു? ഹരിയാനയിൽ നിന്നായിരുന്നു. 24 പേരുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളും. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ഗഗൻ നരംഗാണ്. ഷെഫ്റ്റി ഫ്രാൻസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നെങ്കിൽ ഒളിമ്പിക്സിന് മുന്നോടിയായി ജ്വാല തെളിയിച്ചത് മേരി മിന എന്നറിയപ്പെടുന്ന ഗ്രീക്ക് നടിയാണ്. ഗ്രീക്ക് നടിയാണ് ഒളിമ്പിക്സിന് മുന്നോടിയായി ജ്വാല തെളിയിച്ചതെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. 26 രാജ്യങ്ങൾ പങ്കെടുത്തു. 26 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 2 രാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഏതാണ്? ബെലാറസും റഷ്യയുമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജ്യങ്ങൾ. എന്നാൽ ഇന്ത്യ 14 ഇനത്തിൽ പങ്കെടുത്തു. 117 പേരാണ് പങ്കെടുത്തതെങ്കിൽ കേരളത്തിൽ നിന്ന് 7 പേർ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത എവിടുന്നാണ്? ഹരിയാനയിൽ നിന്നാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ നിന്നും പങ്കെടുത്ത 7 പേർ എന്ന് പറയുന്ന സമയത്ത് ആ 7 പേരെ നമുക്കൊന്ന് കാണാം, അല്ലെ? കേരളത്തിൽ നിന്നും പങ്കെടുത്ത 7 പേർ. കേരളത്തിൽ നിന്നും പങ്കെടുത്ത 7 പേരെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഒന്ന് നമ്മൾ പറഞ്ഞു പേരാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ് ഹോക്കിക്ക് വേണ്ടിയാണ് PR ശ്രീജേഷ് പങ്കെടുത്തത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് HS പ്രാണോയാണ്. HS പ്രാണോയ് ബാഡ്മിന്റൺ താരമാണ്. HS പ്രാണോയ് എന്നറിയപ്പെടുന്ന ബാഡ്മിന്റൺ താരമാണ് മറ്റൊരാളെങ്കിൽ പിന്നെ അബ്ദുൽ അബൂബക്കറാണ് മൂന്നാമത്തെ താരം. അബ്ദുൽ അബൂബക്കർ ട്രിപ്പിൾ ജമ്പായിരുന്നു. ഏതാണ്? ട്രിപ്പിൾ ജമ്പായിരുന്നു. ആര്? അബ്ദുൽ അബൂബക്കർ എന്നറിയപ്പെടുന്നെങ്കിൽ പിന്നെ പറഞ്ഞു മുഹമ്മദ് അജ്മലും മുഹമ്മദ് അനസും പിന്നെ പറഞ്ഞതാണ് അമോജ് ജേക്കബും. ഓക്കെ, പിന്നെ പറയുന്നത് ആരാണ്? മിജോ ജേക്കബ് കുര്യനും. ഓക്കെ, അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പിലാണ് മുന്നോട്ട് പോയതെങ്കിൽ മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മിജോ ജേക്കബ് കുര്യൻ, ഈ 4 പേർ പങ്കെടുത്തത് ഏതിലാണ്? 4x4 മീറ്റർ റിലേയിലാണ് അവർ പങ്കെടുത്തത്. ശ്രദ്ധിക്കണം, PR ശ്രീജേഷ് ഹോക്കിയിലാണ് പങ്കെടുത്തതെങ്കിൽ ഇവിടെ പറഞ്ഞു HS പ്രാണോയ് ബാഡ്മിന്റൺ താരമായിരുന്നു. പിന്നെ പറയുന്നതാണ് അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പിലായിരുന്നു പങ്കെടുത്തതെങ്കിൽ പറയുന്നു മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മിജോ ജേക്കബ് കുര്യൻ, ഇവർ 4x100 റിലേയിലായിരുന്നു ഇവർ പങ്കെടുത്തത്. ഇത്രയും 7 പേരാണ് കേരളത്തിൽ നിന്ന് എന്തിൽ പങ്കെടുത്തത്? ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ഒരിക്കൽ കൂടി ആ 7 പേരെ നമുക്കൊന്ന് പറയാം. ഒന്ന് ആരാണ്? നമ്മൾ പറഞ്ഞിരിക്കുന്നു. ആരാണ്? PR ശ്രീജേഷാണ്. HS പ്രാണോയ് ബാഡ്മിന്റൺ ആണ്. അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പാണ്. മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മിജോ ജേക്കബ് കുര്യൻ 4x100 മീറ്റർ റിലേയിലാണ്.
അപ്പോൾ നമ്മൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി രോഹൻ ബൊപ്പണ്ണ എന്ന വ്യക്തിയാണ്. ടെന്നീസ് താരമായ രോഹൻ ബൊപ്പണ്ണയാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ജിതിനി ദേശിംഗ് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നീന്തൽ താരമായിരുന്നു. ഓക്കെ, അപ്പൊ അവരെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പരിചയപ്പെടാം. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ രോഹൻ ബൊപ്പണ്ണയാണ്. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ ഏതാണ്? ടെന്നീസ് താരമാണ്. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരനാണ് കേട്ടോ. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരൻ ആരാണ്? രോഹൻ ബൊപ്പണ്ണ, ടെന്നീസ് താരമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ അതാണ് ജിതിനി ദേശിംഗ് എന്നറിയപ്പെടുന്ന നീന്തൽ താരമാണ്. ഓക്കെ, അപ്പൊ മറക്കരുത്, എപ്പോഴെപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല, കാരണം എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെന്ത് പറയാനാ. അപ്പം ഇത്രയും പേർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ മെഡൽ പട്ടിക നമുക്ക് നോക്കിയാലോ. അപ്പൊ എന്നാൽ നമുക്ക് മെഡൽ പട്ടികയിലേക്ക് കടക്കാം. മെഡൽ പട്ടികയിൽ കടക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളുടെ മെഡലൊന്നും തരുന്നില്ല കേട്ടോ. 1, 2, 3 സ്ഥാനക്കാരെയും പിന്നെ ആതിഥേയത്വം വഹിച്ച രാജ്യത്തിന്റെ സ്ഥാനവും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ മെഡലും, ഇത്ര മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. അപ്പൊ മെഡൽ പട്ടികയിൽ നമ്മൾ കിടക്കുന്നു. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം അമേരിക്കയാണ്. അമേരിക്ക 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ഉൾപ്പെടെ 126 മെഡലുകൾ. അമേരിക്ക നേടിയിരിക്കുന്നത് 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ഉൾപ്പെടെ 126 മെഡലുകൾ അമേരിക്ക. ചൈന 40 സ്വർണവും 27 വെള്ളിയും 24 വെങ്കലവും ഉൾപ്പെടെ 91 മെഡൽ. 3ാം സ്ഥാനം ജപ്പാൻ, 20 സ്വർണം 12 വെള്ളി 13 വെങ്കലം ഉൾപ്പെടെ 45 മെഡൽ. എന്നാൽ 5ാം സ്ഥാനത്താണ് ഇത് ആതിഥേയത്വം വഹിച്ച ഫ്രാൻസ് ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ കിടക്കുന്നത് 71ാം സ്ഥാനത്താണ്. 71ാം സ്ഥാനത്ത് കിടക്കുന്ന ഇന്ത്യക്ക് സ്വർണം ഇല്ല. പകരം ഇന്ത്യക്കുള്ളത് വെള്ളിയാണ്. 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. അമേരിക്ക 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ഉൾപ്പെടെ 126 മെഡലുകൾ. ചൈന 40 സ്വർണം 27 വെള്ളി 24 വെങ്കലം ഉൾപ്പെടെ 91 മെഡലുകൾ. ജപ്പാൻ 20 സ്വർണം 12 വെള്ളി 13 വെങ്കലം ഉൾപ്പെടെ 45 മെഡലുകൾ. 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആതിഥേയത്വം വെച്ച ഫ്രാൻസിന്. എന്നാൽ 71ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചതും. സ്വർണം ഇല്ല. 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകൾ. ഈ 6 മെഡലുകൾ ആരൊക്കെ നേടി? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മെഡലുകൾ ആരൊക്കെ നേടി എന്ന് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ ആദ്യമായി മെഡൽ നേടിയത് മനു ബാക്കറാണ്. ആദ്യമായി മെഡൽ നേടിയത് ആരാണ്? മനു ബാക്കറാണ് ആദ്യമായി മെഡൽ നേടിയത്. ഓക്കെ, മനു ബാക്കറാണ് ആദ്യമായി മെഡൽ നേടിയത്. നമ്മൾ പറഞ്ഞു സമാപന ചടങ്ങിൽ പതാകയേന്തിയ ഒരാൾ മനു ബാക്കറായിരുന്നു, ഒരാൾ PR ശ്രീജേഷുമായിരുന്നു. മനു ബാക്കർ ആദ്യമായി മെഡൽ നേടിയിട്ടുണ്ടെങ്കിൽ വനിതകളുടെ 100 മീറ്റർ എയർ പിസ്റ്റലിലാണ് മനു ബാക്കർ വെങ്കല മെഡൽ നേടിയത്. എന്നാൽ രണ്ടാമത്തെ മെഡൽ നേടിയിരിക്കുന്നതും മനു ബാക്കർ തന്നെയാണ്. പക്ഷെ അതിനു മുന്നേ ഒരു പോയിന്റ് കൂടെ നിങ്ങളൊന്ന് സൂചിപ്പിക്കാണ്ട്, 2024 പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ നേട്ടം ആര് തന്നെയായിരുന്നു? മനു ബാക്കർ തന്നെയായിരുന്നു. എന്നാൽ രണ്ടാമതും വെങ്കല മെഡൽ നേടിയിരിക്കുന്നതും ആര് തന്നെയാണ്? മനു ബാക്കർ തന്നെയാണ്. പക്ഷെ അവിടെ മെഡൽ പങ്കിടാൻ മറ്റൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. ആരാണ്? സർബ്ജോത് സിംഗ് എന്ന ഷൂട്ടിംഗ് താരം ഉണ്ടായിരുന്നു. 100 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡിലാണ് ഈ ടീം എന്ത് ചെയ്യുന്നത്? രണ്ടാമത് മെഡൽ നേടുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആദ്യമായി ഒരു ഇന്ത്യൻ സഖ്യം ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയത് മനു ബാക്കറും സർബ്ജോത് സിംഗും ഉൾപ്പെടുന്ന ആ സഖ്യമായിരുന്നു. ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് ആര് മാറുകയാണ്? മനു ബാക്കർ മാറുകയാണ്. നോക്കിക്കോളൂ നിങ്ങൾ, ഏതാണ് മനു ബാക്കർ? ഒന്നാമത്തെ മെഡൽ നേടിയത് മനു ബാക്കറാണ്. ഷൂട്ടിംഗ് വനിതകളുടെ 100 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡൽ നേടുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, 2024 പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ നേട്ടം ഏത് തന്നെയായിരുന്നു? മനു ബാക്കറുടെ ആ വെങ്കല മെഡൽ നേട്ടമായിരുന്നു ആദ്യത്തെ മെഡൽ നേട്ടമെങ്കിൽ രണ്ടാമതും മെഡൽ നേടിയത് മനു ബാക്കർ തന്നെയാണ്. പക്ഷെ കൂടെ ആ മെഡൽ പങ്കിടാൻ ആരുണ്ടായിരുന്നു? സർബ്ജോത് സിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് 100 മീറ്റർ എയർ പിസ്റ്റളിൽ മിക്സഡ് ടീമാണ് മെഡൽ നേടിയത്. അതിന് പ്രത്യേകത ഉണ്ടായിരുന്നു, ആദ്യമായി ഒരു ഇന്ത്യൻ സഖ്യം ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്നത്. പിന്നെ അവിടെ പറയുന്നു, ഏതാണ്? ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി ആര് മാറുകയാണ്? മനു ബാക്കർ മാറുകയാണ്. ഇനി അടുത്ത മെഡൽ നേട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത മെഡൽ നേട്ടത്തിലേക്ക് കിടക്കുന്നത് ആരാണ്? സ്വപ്നിൽ കുശാലിയാണ് അടുത്ത മെഡൽ നേട്ടത്തിൽ കിടക്കുന്നത്. ഏതാണ്? വെങ്കല മെഡലിനെ നേടിയത് ഷൂട്ടിങ്ങിലായിരുന്നു ഈ മെഡൽ നേടിയത്.
ഓക്കെ, ഷൂട്ടിങ്ങിലായിരുന്നു സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ നേടിയത്. എന്നാൽ 4ാമത്തെ മെഡൽ നേടുന്നത് നീരജ് ചോപ്രയാണ്, വെള്ളിയാണ്. പുരുഷ ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് ഈ ഹരിയാന സ്വദേശിയായ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത്. ഒരൊറ്റ വെള്ളി മെഡലേ ഉള്ളൂ. ആ വെള്ളി മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. പക്ഷേ നീരജ് ചോപ്ര ആ ജാവലിൻ ത്രോ കയ്യിലെടുക്കുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? ഒരു സ്വർണ്ണ മെഡലായിരുന്നു. കാരണം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ച വ്യക്തി ആര് തന്നെയായിരുന്നു? നീരജ് ചോപ്ര തന്നെയായിരുന്നു. എന്നാൽ 2024 അദ്ദേഹത്തിന് വെള്ളി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാൽ 5ാമത്തെ മെഡൽ നേടിയത് ഏതാണ്? പുരുഷ ഹോക്കിയിലാണ് വെങ്കല മെഡൽ നേടുന്നതും. സ്പെയിനായിരുന്നു എതിരാളി. സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ടാണ് പുരുഷ ഹോക്കിയിൽ PRC ജോഷി ഉൾപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് വെങ്കല മെഡൽ നേടുന്നത്. എന്നാൽ 6ാമത്തെ മെഡൽ നേടിയത് അമൽ സഹറാവത്താണ്. 6ാമത്തെ മെഡൽ നേടിയത് 57 കിലോമീറ്റർ 57 ഗ്രാം 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് എന്ത് ചെയ്യുന്നത്? മെഡൽ നേടുന്നത്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് ആര് മാറുകയാണ്? സഹറാവത്ത് മാറുകയാണ്. സഹറാവത്ത് 57 കിലോ എന്നാണ് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് എന്ത് ചെയ്യുന്നത്? മെഡൽ നേടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഏതാണ് 3ാമത്തെ മെഡൽ നേടിയത്? സ്വപ്നിൽ കുശാലെ. ഏതാണ്? വെങ്കല മെഡലാണ് 3ാമത്തെ മെഡൽ നേടിയത്. ഷൂട്ടിങ്ങിലാണ് ആ മെഡൽ നേടിയത്. എന്നാൽ 4ാമത്തെ മെഡൽ നേടിയത് നീരജ് ചോപ്ര. ഏതാണ്? വെള്ളിയാണ്. നീരജ് ചോപ്ര വെള്ളി നേടുമ്പോൾ പുരുഷ ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് ഹരിയാന സ്വദേശി ഇന്ത്യ വെള്ളി മെഡൽ നേടുന്നത്. എന്നാൽ അതിൽ സ്വർണം നേടിയത് ആരാണ്? അർഷാദ് നദീം എന്ന പാകിസ്ഥാൻകാരനാണ്. അർഷാദ് നദീം 92.97 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് അർഷാദ് നദീം എന്ന പാകിസ്ഥാൻകാരൻ സ്വർണം നേടുന്നത്. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. പാകിസ്ഥാന് വീണ് കിട്ടിയ ഏറ്റവും വലിയ അവസരമുണ്ടായതാണ്. ആദ്യമായി വ്യക്തിഗത സ്വർണം നേടുന്ന പാകിസ്ഥാൻകാരനാണ് ആര്? അർഷാദ് നദീം എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, പിന്നെ വരുന്നു നീരജ് ചോപ്രയ്ക്ക് 2020 ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണം ലഭിച്ചു, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ പറയുന്ന ഏതാണ്? 5ാമത്തെ സ്വർണം പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡലാണ്, സ്പെയിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. 6ാമത്തെ മെഡൽ നേടിയിരിക്കുന്നത് അമൽ സഹറാവത്ത് 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് മെഡൽ നേടിയത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഇദ്ദേഹം മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം മറക്കരുത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നിർത്തി തന്നെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് ഈ 2024 അന്താരാഷ്ട്ര കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക്സ് ഓർഡറിന് അർഹനായ ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ഒളിമ്പിക്സ് ഓർഡറിനായ വ്യക്തി ഇന്ത്യക്കാരനാണ്, അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്രയെ നമുക്കറിയാം. അഭിനവ് ബിന്ദ്രയെ കുറിച്ച് പറയുന്ന സമയത്ത് 2024 പാരീസ് ഒളിമ്പിക്സിൽ കാത്തിരുന്ന അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുരസ്കാരമായിരുന്നു 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക്സ് ഓർഡറിന് അർഹനായ ഇന്ത്യക്കാരനായിരുന്നു ഇദ്ദേഹം. എന്നാൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനും ആര് തന്നെയായിരുന്നു? അഭിനവ് ബിന്ദ്രയായിരുന്നു. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ആര്? അഭിനവ് ബിന്ദ്ര. 2008 ബീജിംഗ് ഒളിമ്പിക്സിലായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്ത് സ്വർണം നേടിയത്. ഓക്കെ, അഭിനവ് ബിന്ദ്രയെ നമുക്ക് ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് കാണാം. ഓക്കെ, നമുക്ക് അഭിനവ് ബിന്ദ്രയെ കുറിച്ച് നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. അഭിനവ് ബിന്ദ്ര നമ്മൾ പറയുന്നു ഏതാണ്? 2024 അന്താരാഷ്ട്ര കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക്സ് ഓർഡറിന് അർഹനായ ഇന്ത്യക്കാരനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ പറഞ്ഞു ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു. 2024 ബീജിംഗ് ഒളിമ്പിക്സിലായിരുന്നു അദ്ദേഹം സ്വർണം നേടിയത്. ഇനി മറ്റ് ആളുകളെ കുറിച്ചും നമുക്ക് കേൾക്കാം. ഓക്കെ, റെഡി? ഇനി നമുക്ക് പാരീസ് ഒളിമ്പിക്സിലെ മറ്റ് മെഡൽ നേട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പാരീസ് ഒളിമ്പിക്സിലെ പ്രധാന മെഡൽ നേട്ടം ആദ്യമായി നമുക്ക് ഏത് കിടക്കാം? ഫുട്ബോൾ പുരുഷ വിഭാഗം. ഫുട്ബോൾ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയത് സ്പെയിനാണ്, വെള്ളി ഫ്രാൻസ് ആണ്, വെങ്കലം മൊറോക്കോ ആണ്. എന്നാൽ ഫുട്ബോൾ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് USA ആണ്, വെള്ളി ബ്രസീലാണ്, വെങ്കലം ഏതാണ്? ജർമ്മനിക്കാണ്. നോക്കാം, സ്വർണം നേടിയത് സ്പെയിനാണ്, അതുപോലെ തന്നെ വെള്ളി ഏതാണ്? ഫ്രാൻസ് ആണ്, വെങ്കലം ഏതാണ്? മൊറോക്കോ ആണ്. വനിതാ ഫുട്ബോളിൽ ഏതാണ് സ്വർണം നേടിയത്? USA ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെള്ളി ഏതാണ്? ബ്രസീലാണ്, വെങ്കലം ഏതാണ്? ജർമ്മനിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അത് നിങ്ങൾ വെള്ളിയും സ്വർണവും പഠിക്കണ്ട, വെള്ളിയും വെങ്കലവും പഠിക്കണ്ട, സ്വർണം നേടി എന്തായാലും പഠിക്കണം. ഫുട്ബോളിൽ സ്വർണം സ്പെയിനാണ്, വെള്ളി ഫ്രാൻസ് ആണ്, വെങ്കലം മൊറോക്കോ ആണ്. വനിതാ ഫുട്ബോളിൽ സ്വർണം USA ആണ്, വെള്ളി ബ്രസീലാണ്, വെങ്കലം ഏതാണ്? ജർമ്മനിയാണ്. ഇനി നമുക്ക് കിടക്കാം ഏതിലേക്കാണ്? 2024 ഒളിമ്പിക്സിലെ ഹോക്കി പുരുഷ വിഭാഗം. ഹോക്കി പുരുഷ വിഭാഗം സ്വർണം നേടിയത് നെതർലാൻഡ് ആണ്, വെള്ളി ജർമ്മനിയാണ്, വെങ്കലം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയുടെ
ക്യാപ്റ്റൻ ആരായിരുന്നു വെങ്കലം നേടുന്നു? ആ നേരത്തെ പറയാൻ വിട്ടിരുന്നത് അതാണ് ഹർമൻ പ്രദീപ് സിംഗ് ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ. ഓക്കെ, അതോടൊപ്പം തന്നെ ഹോക്കിയിലെ വനിതാ വിഭാഗം ഉണ്ടായിരുന്നു. വനിതാ വിഭാഗം സ്വർണം നേടിയതും നെതർലാൻഡ് തന്നെയാണ്. ഹോക്കിയിൽ പുരുഷ വിഭാഗത്തിന് വനിതാ വിഭാഗത്തിന് സ്വർണം ഏതിനാണ്? നെതർലാൻഡിനാണ് നേടിയത്. വെള്ളി ഏതാണ്? ചൈനയാണ്. വെങ്കലം അർജന്റീനയാണ്. നോക്കാം നമുക്ക്. സ്വർണം നെതർലാൻഡാണ്, വെള്ളി ജർമ്മനിയാണ്, വെങ്കലം ഇന്ത്യയാണ്. ഓക്കെ, പിന്നെ പറയുന്നു വനിതാ വിഭാഗം സ്വർണം ആർക്ക് തന്നെയാണ്? നെതർലാൻഡിന് തന്നെയാണ് സ്വർണം. വെള്ളി ചൈനയ്ക്കാണ്, വെങ്കലം ഏതാണ്? അർജന്റീനയ്ക്കാണ്. കേട്ടില്ലേ? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയല്ലേ? അപ്പോൾ ഇനി അടുത്ത കിടക്കുന്ന ഏതാണ്? 100 മീറ്റർ പുരുഷ വിഭാഗം. 100 മീറ്റർ പുരുഷ വിഭാഗം അതൊരു ഗംഭീര മത്സരമായിരുന്നു. ഫോട്ടോ ഫിനിഷിംഗ് മത്സരം എന്ന് പറയാം. ഓക്കെ, സ്വർണം നേടിയത് ആരാണ്? നോഹ ലൈൽസ് ആണ് സ്വർണം നേടിയത്, 9.784 സെക്കൻഡ്. എന്നാൽ വെള്ളി നേടിയത് കിഷൻ തോമസ് ആണ്, 9.789 സെക്കൻഡ്. അതായത് 0.005 സെക്കൻഡിന്റെ വ്യത്യാസം. കണ്ടോ? അതായിരുന്നു ആ മത്സരത്തിന് ഫോട്ടോ ഫിനിഷിംഗ് മത്സരം എന്ന് പറയുന്നത്. സെക്കൻഡ് ബൈ സെക്കൻഡിന്റെ വ്യത്യാസം. ഓക്കെ, വനിതാ 100 മീറ്ററിൽ ഒരു ഫോട്ടോ ഫിനിഷിംഗ് ഒന്നും ആയിരുന്നില്ല. നല്ല വ്യത്യാസം തന്നെയായിരുന്നു നേടിയത്. ജൂലിയസ് ആൽഫ്രഡ് ആണ് സ്വർണം നേടിയത്, 10.72 സെക്കൻഡാണ് നേടിയത്. സെന്റ് ലൂയിസിക്കാരിയാണ്. അതുപോലെ തന്നെ ഷക്കാരി റിച്ചാർഡ്സൺ ആണ് വെള്ളി നേടിയത്, 10.87 സെക്കൻഡാണ് അമേരിക്കക്കാരിയാണ്. ഓക്കെ, നോക്കാം നമുക്ക്. പുരുഷ മീറ്റർ സ്വർണം നേടിയത് നോഹ ലൈൽസ് ആണ്, 9.784 സെക്കൻഡാണ്. വെള്ളി കിഷൻ തോമസ് ആണ്, 9.789 സെക്കൻഡാണ്. വനിതാ 100 മീറ്ററിൽ സ്വർണം നേടിയത് ജൂലിയസ് ആൽഫ്രഡ് ആണ് സ്വർണം നേടിയത്, 10.72 സെക്കൻഡാണ്. അതുപോലെ തന്നെ എന്താണ് വെള്ളി നേടിയത്? അതാണ് ഷക്കാരി റിച്ചാർഡ്സൺ ആണ്, 10.87 സെക്കൻഡാണ് അമേരിക്കക്കാരിയാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഏതാണ്? ടെന്നീസിൽ പുരുഷ സിംഗിൾ. നൊവാക് ജോക്കോവിച്ച് ആണ് സ്വർണം നേടിയത്, സെർബിയക്കാരനാണ്. വെള്ളി നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. എന്നാൽ വനിതാ ടെന്നീസിൽ സ്വർണം നേടിയത് ആരാണ്? കിൻ ബെൻഷൻ ആണ് സ്വർണം നേടിയത്, ഡോണ ബെക്കിക്കാണ് വെള്ളി നേടിയത്. നോക്കാം നമുക്ക് കേട്ടോ. ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ആണ് സ്വർണം നേടിയത്. അതോടൊപ്പം തന്നെ വെള്ളി നേടിയതാണ് കാർലോസ് അൽക്കാരസ് ആണ് വെള്ളി നേടിയത്. വനിതാ ടെന്നീസിൽ ആരാണ്? കിൻ ബെൻഷൻ ആണ് സ്വർണം നേടിയത്, വെള്ളി നേടിയത് ഡോണ ബെക്കിക്കാണ് വെള്ളി നേടിയത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതാണ്? ബാസ്കറ്റ്ബോൾ. ഈ ബാസ്കറ്റ്ബോൾ പുരുഷ വിഭാഗം സ്വർണം നേടിയത് അമേരിക്കയാണ്, വെള്ളി നേടിയത് ഫ്രാൻസ് ആണ്, വെങ്കലം നേടിയത് സെർബിയയാണ്. എന്നാൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് അമേരിക്കയാണ്, വെള്ളി ഫ്രാൻസ് ആണ്, വെങ്കലം ഓസ്ട്രേലിയയാണ്. ഏറ്റവും അവസാനത്തെ ഇവന്റ് ആയിരുന്നു ഇത് ബാസ്കറ്റ്ബോൾ. ഏറ്റവും അവസാനത്തെ ഇവന്റാണ് ബാസ്കറ്റ്ബോൾ. വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ സ്വർണം നേടിക്കൊണ്ടാണ് അമേരിക്ക എന്ന് ചരിത്രം കുറിച്ചുകൊണ്ട് വിജയസ്ഥാനത്തേക്ക് എത്തുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. നമുക്ക് ബാസ്കറ്റ്ബോൾ പുരുഷ വിഭാഗം സ്വർണം നേടിയത് അമേരിക്കയാണ്, വെള്ളി നേടിയത് ഫ്രാൻസ് ആണ്, വെങ്കലം സെർബിയക്കാണ്. വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് അമേരിക്കയാണ്, വെള്ളി ഫ്രാൻസ് ആണ്, വെങ്കലം ഓസ്ട്രേലിയയാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനത്തെ ഇവന്റിൽ സ്വർണം നേടിക്കൊണ്ട് അമേരിക്ക 1ാം സ്ഥാനത്തേക്ക് കടക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഏതാണ്? വിനേഷ് ഫോഗട്ടിനെ നമ്മൾ അറിയണം. കാരണം വിനേഷ് ഫോഗട്ടിനെ നമ്മൾ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒളിമ്പിക്സിൽ നമുക്കൊരു 7ാമതൊരു മെഡൽ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. 7ാമതൊരു മെഡൽ നമുക്ക് സ്വർണ്ണ മെഡൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ആ നിമിഷത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട് എന്ത് ചെയ്യുന്നത്? പുറത്താകുന്നത്. 50 കിലോ ഗുസ്തിയിലാണ് വിനേഷ് ഫോഗട്ട് പുറത്താകുന്നത്. കാരണം 50 കിലോ ഗുസ്തിയിൽ 100 ഗ്രാം കൂടി എന്നതിന് പേരിൽ അയോഗ്യയാക്കപ്പെട്ടു. വിനേഷ് ഫോഗട്ടിന് നമുക്കറിയാം 2020 ഖേൽരത്ന പുരസ്കാരം, 2016 അർജുൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട്. ഈ പുരസ്കാരങ്ങൾ അദ്ദേഹം തിരസ്കരിച്ചു അല്ലെങ്കിൽ തിരിച്ചു നൽകിയതും നമ്മൾ വാർത്ത വായിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വിനേഷ് ഫോഗട്ട് 50 കിലോ ഗുസ്തിയിലാണ് വിനേഷ് ഫോഗട്ട് 100 ഗ്രാം കൂടി എന്നതിന് പേരിൽ അയോഗ്യയാക്കപ്പെടുകയുണ്ടായിരുന്നു. 2020 ഖേൽരത്ന പുരസ്കാരം, 2016 അർജുൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട്. ഓക്കെ, ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ വെള്ളി മെഡൽ നേടുന്ന ആ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്താകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ മെഡൽ പട്ടികയിൽ ഒരു സ്വർണം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്നത് ഒളിമ്പിക്സിന്റെ പ്രധാനപ്പെട്ട വേദികളിലേക്കാണ്. ഒളിമ്പിക്സിന്റെ അടുത്ത വേദികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാന വേദികൾ 2016 നടന്നത് റിയോ ഡി ജനീറോയിലാണ്, ബ്രസീലിൽ വെച്ചാണ് 2016 നടന്നത്. 2020 ടോക്കിയോ ജപ്പാനിൽ വെച്ചാണ്. 2024 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്നപ്പോൾ 2028 നടക്കാൻ പോകുന്ന എവിടെയാണ്? ലോസ് ആഞ്ചൽസിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ 2032 നടക്കുന്ന ഏതാണ്? ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടക്കുന്നത്.
അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാർ പഠിച്ചു വെക്കണം. പ്രധാന വേദികളാണ് 2016 റിയോ ഡി ജനീറോ ബ്രസീലിലാണ്, 2020 ടോക്കിയോ ജപ്പാനിലാണ്, 2024 പാരീസ് ഫ്രാൻസാണ്, 2028 ലോസ് ആഞ്ചൽസിലാണ്, 2032 നടക്കുന്നത് ഏതാണ് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ 2032 ഉത്തരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവരുത് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, സർവീസിൽ കയറണം. ഓക്കെ, 2028 നമ്മൾ എന്ത് ചെയ്ത് ഉത്തരം കൊടുക്കരുത്. 2028 മത്സരം നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം കൊടുക്കാവൂ ലോസ് ഏഞ്ചൽസ് എന്ന്. കാരണം 2028 ഒളിമ്പിക്സിൽ പഠിച്ച് നമ്മൾ എന്ത് ചെയ്ത് ഉത്തരം എഴുതരുത്. കാരണം അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സർവീസിലെത്തി സുഖകരമായ സർവീസിൽ നമ്മൾ വിശാലമായ ആ ഗവൺമെൻറ്റിൻ്റെ കസേരയിൽ നമ്മളിങ്ങനെ ഇരുന്നു കൊണ്ട് 2028 ഒളിമ്പിക്സ് നമുക്ക് മാധ്യമങ്ങളോട് വായിക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കേവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന് വിട പറയുന്നു. മറക്കരുത്, ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും വിജയാശംസ.